സിപിഎമ്മിന് വൻ ഇരുട്ടടി. സെക്രട്ടേറിയറ്റിലെ സിപിഎം അനുകൂല ജീവനക്കാരുടെ സംഘടനയിൽ പൊട്ടിത്തെറി. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കി. ഭരണസിരാ കേന്ദ്രത്തിൽ തന്നെ മുഖ്യന്റെ പാർട്ടിയിൽ പൊട്ടിത്തെറി. സെക്രട്ടേറിയറ്റിലെ സിപിഎം അനുകൂല ജീവനക്കാരുടെ സംഘടനയിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിലാണ് ഭിന്നത. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കി. KN അശോക് കുമാറിനെയാണ് നീക്കിയത്. തീരുമാനത്തിൽ പ്രതിഷേധിച്ച കൗൺസിൽ യോഗത്തിൽ നിന്ന് അശോക് കുമാറും മറ്റു 3 പേരും ഇറങ്ങിപ്പോയി. AKG സെന്ററിലായിരുന്നു സംസ്ഥാന കൗൺസിൽ യോഗം. ജനറൽ സെക്രട്ടറിക്ക് പകരം സെക്രട്ടറിമാർ ചുമതല നിർവഹിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഹണി യോഗത്തെ അറിയിച്ചു. 4 മാസമായി ജനറൽ സെക്രട്ടറി യോഗങ്ങളിൽ പങ്കെടുക്കാറില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. ഇതിനിടെ സെക്രട്ടേറിയറ്റിലെ സിപിഎം അനുകൂല ജീവനക്കാരുടെ സംഘടന പിണറായി ദി ലെജൻഡ് എന്ന പേരിൽ ലക്ഷങ്ങൾ ചെലവിട്ട് ഡോക്യുമെന്ററി നിർമ്മിക്കാൻ പോവുകയാണ്. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും. കാരണഭൂതനും കാവലാളുമായി പിണറായിയെ പാടി പുകഴ്ത്തിയതിന് പിന്നാലെയാണ് നേതാവിനെ ഇതിഹാസമായി വാഴ്ത്തി ഡോക്യുമെന്ററി എത്തുന്നത്. 15 ലക്ഷം രൂപയാണ് ചിലവ്. നേമം സ്വദേശിയാണ് സംവിധായകൻ. നേതാവിന്റെ ജീവചരിത്രവും ഭരണ നേട്ടങ്ങളും നേതൃപാഠവും ഉൾക്കൊള്ളുന്നതാണ് പ്രമേയം. തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങുന്ന പിണറായിക്കുള്ള സമ്മാനമായാണ് സിപിഎം അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഡോക്യുമെന്ററി ഒരുക്കുന്നത്. നേരത്തെ അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടനത്തിന് പിണറായി എത്തുമ്പോൾ കേൾപ്പിക്കാൻ തയ്യാറാക്കിയ വാഴ്ത്തുപാട്ടും വലിയ വിവാദമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് ഒരാളെ വേദിയിൽ ഇരുത്താനാകില്ല. മുഹമ്മദ് റിയാസ് പരാതി പറയേണ്ടത് അമ്മായി അച്ഛനോട്. രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണച്ച് K സുരേന്ദ്രനും രംഗത്ത് വന്നിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് നടക്കുന്ന വേദിയിൽ ഇരുന്നതിന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ ആക്ഷേപിച്ച മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മുൻ BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ. രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തിലല്ലെന്നും കേന്ദ്ര സർക്കാർ നൽകിയ ലിസ്റ്റ് പ്രകാരമാണ് അദ്ദേഹം പങ്കെടുത്തതെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് ഒരാളെ വേദിയിൽ ഇരുത്താനാവില്ല. ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് നരേന്ദ്രമോദിയോടോ BJPയോടോ രാജീവ് ചന്ദ്രശേഖരോടോ അല്ല. മുഹമ്മദ് റിയാസ് പരാതി പറയേണ്ടത് അമ്മായി അച്ഛനായ പിണറായി വിജയനോടാണ്. SPGയുടെ നിർദ്ദേശമനുസരിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്നവർ 1 മണിക്കൂർ മുൻപ് എത്തണമെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുമാത്രമേ രാജീവ് ചന്ദ്രശേഖർ ചെയ്തിട്ടുള്ളൂ. UDF പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് ആത്മഹത്യപരമായ തീരുമാനമാണെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. എല്ലാവരും VIP ലോബിയിലേക്ക് പോയപ്പോൾ തന്റെ പ്രവർത്തകരെ കാണാനാണ് വേദിയിലേക്ക് കയറിയതെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു. താൻ നേരത്തെ വന്നതിലാണ് മുഹമ്മദ് റിയാസിന് സങ്കടം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ ആവേശത്തിൽ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് വിളിച്ചപ്പോൾ താനും മുദ്രാവാക്യം വിളിച്ചു. ഇത് കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാത്തൊരു സൂക്കേടും സങ്കടവുമാണ്. വരുന്ന കാലത്ത് മുഹമ്മദ് റിയാസ് കൂടുതൽ സങ്കടപ്പെടേണ്ടി വരുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. അധ്വാനിച്ച് കൈക്കരുത്ത് നേടിയ ആളല്ല മുഹമ്മദ് റിയാസ്. രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞത്ത് പങ്കെടുക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ. അധ്വാനിച്ച് കൈക്കരുത്ത് നേടിയ ആളല്ല മന്ത്രിയെന്നും തന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്നും ശോഭാ സുരേന്ദ്രൻ. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ആരൊക്കെ വിഴിഞ്ഞം പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ടിരുന്നതാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. റിയാസിന് ഇരിക്കപ്പുറതി ഉണ്ടായില്ല. പാറപ്പുറത്തെ പിണറായി തമ്പുരാൻ എഴുന്നള്ളിപ്പ് തുടങ്ങുമ്പോൾ ഇടതുഭാഗത്തെ കമലെടുത്തിയും തൊട്ടടുത്ത് തന്നെ മരുമകനും പിന്നെ മരുമകന്റെ ഭാര്യ വീണയും ആ കൊച്ചുകുട്ടിയും ചേർന്ന് ഞങ്ങളുടെ കേരളത്തിന്റെ നികുതി പണമെടുത്ത് ടിക്കറ്റ് എടുത്ത് സുഖവാസത്തിനായി നിങ്ങൾ എത്രയോ രാജ്യങ്ങൾ സന്ദർശിച്ചുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ആരൊക്കെ പങ്കെടുക്കണമെന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. അതനുസരിച്ച് BJPയുടെ അമരക്കാരൻ ആ വേദിയിൽ വന്നതാണ്. നിങ്ങൾ എനിക്കൊരു പാസ് തരൂ എന്ന് ചോദിച്ച് ആരുടെ മുൻപിൽ പോയിട്ടല്ല ഇരുന്നിട്ടുള്ളതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. BJP ഒരു സുവർണ ഇടനാഴി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് റിയാസ് പേടിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒളിയമ്പുമായി നേരിട്ടുള്ള വിമർശനങ്ങളുമായി പലപ്പോഴും KK രമ MLA TP ചന്ദ്രശേഖരന്റെ ഭാര്യ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉമാ തോമസും ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചർച്ചയാവുകയാണ്. TP എന്ന ചെന്തിക്കനലിൽ വെണ്ണീറാവുകയാണ് CPM. കൊലയാളി പാർട്ടിയുടെ വെട്ടിന്റെ കണക്കും മുറിവിന്റെ ആഴവും മലയാളി മനസ്സിൽ സൂക്ഷിക്കുന്നത് അതിനാലാണ്. ജീവിച്ചിരുന്ന TPയേക്കാൾ അമരനായ TP CPMനെ എക്കാലവും വേട്ടയാടും. പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം എല്ലാ മെയ് 4-നും നിങ്ങൾ കേരള ജനതയ്ക്ക് മുന്നിൽ തല കുനിച്ചു നിൽക്കും. പ്രത്യയശാസ്ത്രം എതിരായതിന്റെ പേരിൽ ചന്ദ്രശേഖരനെ നിങ്ങൾ കൊലപ്പെടുത്തിയെങ്കിൽ അതേ പ്രത്യയശാസ്ത്രത്തെ വർദ്ധിത വീര്യത്തോടെ സിരകളിൽ ആവാഹിച്ചാണ് ഞങ്ങളുടെ രമ നിങ്ങളുടെ കൊലപാതക രാഷ്ട്രീയത്തിന് മറുപടി നൽകുന്നത്. അവർ എന്ന ചന്ദ്രശേഖരന്റെ വിധവ മാത്രമല്ല, കേരളം നെഞ്ചേറ്റിയ KK രമ MLA ആണെന്നാണ് ഉമാ തോമസ് കുറിച്ചത്. സർക്കാരിന് നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കാൻ പണമില്ല. കഴിഞ്ഞ ആഴ്ച എടുത്ത 2000 കോടിക്ക് പുറമെ 1000 കോടി കൂടി കടമെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. കടമെടുത്ത് കേരളം എങ്ങോട്ട് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്.
വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ നീക്കുമെന്ന് റിപ്പോർട്ട്. ക്ഷേമ പെൻഷൻ, കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താനാണ് കടമെടുക്കുന്നത്. 1000 കോടി രൂപ കടമെടുക്കാനാണ് നീക്കം. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴിയാകും ഈ തുക കണ്ടെത്തുക.